ഏതായാലും വളരെ ശക്തമായ പുതിയ തീരുമാനങ്ങളും നടപ്പാക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ കൈരളി ന്യൂസിനോട് സംസാരിച്ചത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിന് എതിരെ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു നേട്ടവും അംഗീകാരവും തന്നെയാണിത്. കാരണം ഇത്തരം നിയമ പ്രശ്നങ്ങളിലൊക്കെ നിയമോപദേശം തേടി ശരിയായ ദിശയിൽ പ്രശ്നങ്ങളെ സമീപിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന സർക്കാരിൻ്റെ രീതി അത് സുപ്രീം കോടതിയിലും ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ഹൈക്കോടതി തന്നെ ഈ എസ്റ്റേറ്റ് ഉടമകളുടെ നീക്കം തള്ളിയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയും ആ വഴിക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ ശരിയാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. സിബി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സിബി, ഇന്ന് ഈ ഹർജി, അതായത് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നഷ്ടപരിഹാരം ആ എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകിയാണ് സർക്കാർ ആ ഭൂമിയിൽ ഇപ്പോൾ ഈ പാരിസ്ഥിതിക പഠനമൊക്കെ നടത്തി വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം ആ ഭൂമി ഏറ്റെടുത്ത് അവിടെ ഈ ടൗൺഷിപ്പ് ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ആ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. എന്നിട്ടും കോടതി കയറി ഇറങ്ങിയ ഉടമകൾ സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി എന്താണ് അവരോട് പറഞ്ഞത്? ശരത്ത്, മുണ്ടക്കൈ ചൂരമല പുനരധിവാസത്തിന്റെ ഭാഗമായി വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഭൂമി ഏറ്റെടുത്ത സർക്കാർ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുകയും ഈ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അതോടൊപ്പം തന്നെ മൻമോഹൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കാൻ പോലും തയ്യാറായില്ല. ഈ ഹർജി എടുക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇതിൽ ഹൈക്കോടതി കൃത്യമായി വിശദമായി എല്ലാ വശവും പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് കൃത്യമായി ഈ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും എൽസ്റ്റൺ എസ്റ്റേറ്റ് വ്യക്തമാക്കിയത് ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഈ ഒരു ഭൂമി ഏറ്റെടുത്തത്. 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സർക്കാർ നിലവിൽ ഈ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ, അത് കൃത്യമായി സർക്കാർ ഭൂമി പൂർത്തിയാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇനി എന്തിനാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുക? മാത്രമല്ല, ഇതിൽ കൃത്യമായി നഷ്ടപരിഹാരം ഉൾപ്പെടെ എല്ലാത്തിനെയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പണം മേടിക്കണോ അല്ലെങ്കിൽ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹർജി ഇടപെടാൻ പോലും തയ്യാറാകാതെ ആ ഹർജി തള്ളുന്ന ഒരു സമീപനമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. എന്തായാലും വലിയ നടപടിക്രമം ഒന്നും തന്നെയും ഉണ്ടായില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഈ ഹർജി മൊത്തത്തിൽ ഇടപെടാൻ കഴിയാതെ തന്നെ നീക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് സുപ്രീം കോടതി ഉണ്ടായത്. സ്വാഭാവികമായും വലിയ തിരിച്ചടി തന്നെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്. ശരത്ത്, ശരി. സിബിയാണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.